ഈ കഥ ഞങ്ങൾ മെനക്കെട്ടിരുന്ന് സങ്കല്പിച്ചുണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ആരെങ്കിലുമായി ഇതിലെ ഏതെങ്കിലും കഥാപാത്രത്തിന് എന്തെങ്കിലും സാദൃശ്യം തോന്നിയാൽ അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. പാഠം 35 ഗൗളി പറഞ്ഞ കഥ. ഈശ്വരന്മാരെ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ. എത്രയും പെട്ടെന്ന് എന്നെ ഒന്ന് വില്ലേജ് ഓഫീസറാക്കണേന്ന്. എന്റെ പ്രാർത്ഥന ഇതുവരെ കേട്ടില്ല. എന്നെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള ഗവൺമെന്റിന്റെ ഓർഡർ ഇന്ന് വരും നാളെ വരുമെന്ന് കരുതി കഴിയുക ഞാൻ. ഇന്നെങ്കിലും ആ ഓർഡർ തന്നേക്കണേ ഈശ്വര. എന്താ മോനേട്ടാ? പല്ല് ചലിച്ച നീ കേട്ടോ? എന്താ കാരണം മനസ്സിലായോ? ഇതാണ് ഭാമേ നിനക്ക് വിവരമില്ല എന്ന് പറയുന്നു. നീ വലിയ വക്കീലായിരിക്കും, ഇന്ത്യൻ ഭരണഘടനയും പീനൽ കോഡും ഒക്കെ നിനക്ക് കാണാപ്പാടമായിരിക്കും. പക്ഷേ നീ ഗൗളി ശാസ്ത്രം പഠിച്ചിട്ടില്ല. എന്താണ് ഗൗളി ശാസ്ത്രോ? കേട്ടിട്ടില്ല? കഷ്ടം. എടീ, ഫിസിക്സും കെമിസ്ട്രിയും കണക്കും ഒക്കെ പോലെ ഒരു ശാസ്ത്രമാണ് ഗൗളി ശാസ്ത്രം. നമ്മളൊരു കാര്യം ചെയ്യുമ്പോ ഒരു പല്ലി ഇങ്ങനെ അങ്ങനെ ചെലച്ചാൽ അത് നടക്കും എന്ന് ഉറപ്പാണ്. നിനക്ക് വിശ്വാസമില്ലെന്ന് എനിക്കറിയാം. അല്ലെങ്കിലും നിന്നെപ്പോലുള്ളവർക്ക് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിപ്പിക്കുന്ന ശാസ്ത്രം മാത്രമല്ലേ അറിയൂ. അതാണ് എല്ലാം എന്ന് നിങ്ങൾ കരുതുന്നു. പക്ഷെ അങ്ങനല്ല. മനുഷ്യന്റെ അറിവുകൾക്കപ്പുറത്ത് എന്തൊക്കെ രഹസ്യങ്ങളുണ്ട് ഈ പ്രപഞ്ചത്തിൽ. എന്തൊക്കെയുണ്ട്? അതിലൊന്നാണ് ഗൗളി ശാസ്ത്രം. എന്നിട്ട് എന്താണ് ഈ ഗൗളി ശാസ്ത്രം സ്കൂളിലും കോളേജിലും ഒന്നും പഠിപ്പിക്കാത്തത്? വിവരക്കേട് അല്ല എന്ത് പറയാൻ. എടീ, മൃഗങ്ങൾക്ക് ചില കാര്യത്തിൽ മനുഷ്യരെക്കാൾ വിവരമുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് പ്രേതം വരുമ്പോ നമ്മൾ മനുഷ്യർക്ക് അതറിയാൻ പറ്റും. പക്ഷെ നായ ഓരിയിടും. നായകൾക്ക് പെട്ടെന്ന് പ്രേതത്തെ തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ നായകൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞതിന്റെ ഒരു ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. ഓർമ്മയുണ്ടോ എന്തോ? ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ വേറെ കാര്യം പറയരുത്. അതുപോലെ ഭൂകമ്പം, കൊടുങ്കാറ്റ് ഇവയൊക്കെ മനുഷ്യന് മുമ്പേ മനസ്സിലാക്കുന്ന ചില മൃഗങ്ങളുണ്ട്. അങ്ങനെ ഒരു മൃഗമാണ് പല്ലി. ഇപ്പോൾ ആ പല്ലി എന്താണാവോ മുൻകൂട്ടി മനസ്സിലാക്കിയത്? എന്റെ പ്രൊമോഷന്റെ കാര്യം ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു ഞാൻ. ഗവൺമെന്റ് ഓർഡർ ഇന്ന് വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും പല്ല് ചിലക്കുകയും ഒരുമിച്ചായിരുന്നു. എന്താ അതിനർത്ഥം? എന്താ അതിന്റെ അർത്ഥം? എന്റെ പ്രൊമോഷൻ ശരിയായിന്ന്. അല്ല എന്താ? കഷ്ടം. 2012 ഗൗളി ശാസ്ത്രം നിങ്ങൾക്ക് ഭ്രാന്താണ്. നിന്റെ സ്വരത്തിലെ പുച്ഛം എനിക്ക് മനസ്സിലായി. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ പ്രായത്തിലുള്ള സകല ആൾക്കാരുടെ സ്വഭാവമാണ്. നിങ്ങൾക്കൊക്കെ എല്ലാം അറിയാം. പഴയ ആൾക്കാർ പറഞ്ഞിട്ടുള്ളതും പാരമ്പര്യമായി നമുക്കുള്ള വിശ്വാസങ്ങളും ഒക്കെ മണ്ടത്തരം. നീയൊക്കെ അനുഭവിക്കുമ്പോഴേ പഠിക്കും. ആയിക്കോട്ടെ. ഞാൻ സ്കൂളിൽ പോയതും കോളേജിൽ പോയതും പിന്നെ ലോ കോളേജിൽ LLB പാസ്സായതും വക്കീലാകാൻ വേണ്ടി മാത്രമല്ല. അത്യാവശ്യം ഇങ്ങോട്ട് നോക്കിയേ വിവരം ഉണ്ടാകാൻ കൂടി വേണ്ടിയാണ്. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയത് വെച്ച് നോക്കുമ്പോ പല്ലി എന്ന ജീവിക്ക് യാതൊരുവിധ മാന്ത്രികശക്തികളും ഇല്ല. പല്ലി വെറും പല്ലി മാത്രമാണ്. ശരി. ഇന്ന് വൈകുന്നേരം ഞാൻ തിരിച്ചു വരുന്നത് വില്ലേജ് ഓഫീസറായിട്ടാണെങ്കിൽ നല്ലത്. മോഹനേട്ടന്റെ ഒരു ആഗ്രഹം സാധിച്ചു, അത്ര തന്നെ. അപ്പോ നേരത്തെ പല്ലി ചിലച്ചർത്ഥം? മോഹനേട്ടൻ വില്ലേജ് ഓഫീസർ എന്നല്ല, തഹസിൽദാരോ ജില്ലാ കളക്ടറോ ആയാലും ഗൗളി ശാസ്ത്രത്തിൽ ഈ എനിക്ക് വിശ്വാസം വരില്ല. പ്രമോഷൻ വേറെ, പല്ലി വേറെ. ശരി, വൈകിട്ട് കാണാം. പറഞ്ഞു പല്ലി പറഞ്ഞോളൂ. എന്റെ ഈശ്വര, ഇത്രയും തങ്കപ്പെട്ട സ്വഭാവമുള്ള ഈ മനുഷ്യന് പ്രായോഗിക ബുദ്ധി മാത്രം നീ കൊടുത്തില്ലല്ലോ. മോഹൻ സാറേ, ഒന്ന് നിന്നേ. പിറകെ വിളിച്ചു. ഒത്തുപറോട് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പിറകെ വിളിക്കരുതെന്ന്.
രാവിലെ ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ അത് ഇല്ലാതൊക്കെയാണ് ഉത്തമൻ. സാറിങ്ങനെ ദേഷ്യപ്പെടുന്ന എന്തിന്? എന്താ പ്രശ്നം? ഉത്തമ, രാവിലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ പല്ല് ചലിച്ചു. അതിന്റെ അർത്ഥം എന്താ? ഏത് ഭാഷയിലാ പല്ല് ചലിച്ചത്? ഞാൻ വില്ലേജ് ഓഫീസർ ആകുന്നു എന്നതിന്റെ സൂചനയല്ലേ അത്? ഓഹോ, അങ്ങനെയുണ്ടോ? ഈ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ പ്രൊമോഷനൊക്കെ ഇപ്പൊ പല്ല് വഴിയാണോ അറിയിക്കുന്നത്? പറയാൻ പറ്റൂല. കയ്യിൽ 10 പൈസ ഇല്ലാതെ സർക്കാർ നക്ഷത്രം എണ്ണിക്കൊണ്ടിരിക്കുക. എഴുത്തയക്കാനുള്ള കാശുണ്ടാവൂല. അപ്പൊ പല്ല് വഴി മെസ്സേജ് അയക്കുമ്പോ കാശ് ലാഭിക്കാമല്ലോ. രാവിലെ പൊളിച്ച് തമാശ പറയാതെ എന്നെ പിറകെ വിളിച്ചെന്നു പറ. ആ സാറേ, രാവിലെ വില്ലേജ് ഓഫീസർ ശീലാവി സാർ എന്നെ വിളിച്ചിരുന്നു. ഉത്തമനെയോ? എന്തിന്? വിളിച്ചത് സാറിനെയാ. പക്ഷെ സാറിന്റെ വീട്ടിലെ ഫോണ് കേടായതുകൊണ്ട് കിട്ടിയില്ല. മൊബൈലിൽ വിളിക്കാൻ പറ്റൂലല്ലോ. അതൊക്കെ കൊണ്ടുകിടക്കുന്നത് നമ്മുടെ ആദർശത്തിന് പ്രശ്നമല്ലേ. സാറിനെ അത്യാവശ്യം കിട്ടണമെന്നും പറഞ്ഞുകൊണ്ടാണ് എന്നെ വിളിച്ചത്. എന്തത്യാവശ്യം? ഞാൻ ചോദിച്ചത് അവര് പറഞ്ഞൊന്നുമില്ല. അത് മോഹനകൃഷ്ണനോട് നേരിട്ട് പറയേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞു. അയ്യോ, ഒരാളിനെ വിളിക്കാന്നും പറഞ്ഞു മറന്നുപോയി. ഞാൻ പറഞ്ഞില്ലേ രാവിലെ പല്ല് ചലച്ച കാര്യം? അതുകൊണ്ട് പ്രമോഷന്റെ കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴാ പല്ല് ചലച്ചത്. എന്റെ പ്രമോഷൻ ശരിയായി കാണും ഉത്തമ. അതിനായിരിക്കോ ശീലാവ സാർ വിളിപ്പിച്ചത്? ചിലപ്പോ ശരിയായിരിക്കും സാറേ. അതുപോലത്തെ എന്തെങ്കിലും പറയാനല്ലെങ്കിൽ ശീലാവതി സാറ് എന്റെ ഫോണിൽ വിളിച്ചിട്ട് സാറിനെ കേൾക്കേണ്ട കാര്യമില്ലല്ലോ. ഉത്തമന്റെ നാവ് പൊന്നായിരിക്കട്ടെ. ശരി, പല്ല് ചലച്ചപ്പോഴേ എനിക്കറിയാമായിരുന്നു. ചുമ്മാതല്ല വക്കീല് പെട്ടോത്തി എടുക്കുന്നേ. അവരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇയാളുടെ നെഞ്ചത്തൂടെ ബുൾഡോസർ കയറ്റി ഇറക്കി കൊന്നേനെ. പല്ല് ചലച്ചെന്ന് പോലും.